Oh, hello. Good evening. Good evening, ma'am. അപ്പോ നമുക്കിന്ന് ഇനി അടുത്ത സബ്ജക്ട് തുടങ്ങുന്നുണ്ട്. ഇതാണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ആണ് കേട്ടോ. BPCC 110 അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി. ഇത് നമ്മൾ സോഷ്യൽ സൈക്കോളജി തന്നെ, പക്ഷെ അതിന്റെ ഒരു ആപ്ലിക്കേഷൻസ് ആണ് ഇതിൽ മൊത്തം പറയുന്നത്. നമ്മൾ സോഷ്യൽ സൈക്കോളജിയിൽ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോബ്ലം ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അതിലോട്ട് അപ്ലൈ ചെയ്ത് അതിനൊരു പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക. അതാണ് ഒരു പ്രാക്ടിക്കൽ ഫീൽഡാണ് ഈ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ആദ്യത്തെ യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി. Definition, nature and scope of applied social psychology. Applied social psychology can be explained as a branch of social psychology. കാരണം സോഷ്യൽ സൈക്കോളജിയുടെ ഒരു ബ്രാഞ്ച് ആണ് ഇത് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി. സൈക്കോളജി നമ്മൾ പഠിച്ചു എന്തായിരുന്നു? നമ്മുടെ സോഷ്യൽ ബിഹേവിയർ, തോട്ട്സ്, ഫീലിങ്സ് ഇതൊക്കെ സയന്റിഫിക്കലി പഠിക്കുന്നതാണ് എന്ത് സോഷ്യൽ സൈക്കോളജി. അതിന്റെ ബ്രാഞ്ച് ആണ് എന്ത് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. According to Schneider, social psychology can be defined as a science with an objective to comprehend how individuals relate, think, feel and influence each other. സോഷ്യൽ സൈക്കോളജി എന്താണ്? ഇൻഡിവിജ്വലി ആണ് പഠിക്കുന്നത് അല്ലെ. ഇൻഡിവിജ്വൽസിന്റെ തോട്ട്സ്, ഫീലിങ്സ്, അത് മറ്റുള്ളവരെ എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്, ഇതൊക്കെയാണ് സോഷ്യൽ സൈക്കോളജി പഠിക്കുന്നത്. ദ സോഷ്യൽ സൈക്കോളജി മെയിൻലി ഫോക്കസസ് ഓൺ ദ സോഷ്യൽ ഡയമെൻഷൻ ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. അതുകൊണ്ട് തന്നെ സോഷ്യൽ സൈക്കോളജി ഫോക്കസ് ചെയ്യുന്നത് എവിടെയാണ്? ഹ്യൂമൻ ബിഹേവിയർ, അതായത് സോഷ്യൽ ഡയമെൻഷൻ ആണ്. ഹ്യൂമൻ ബിഹേവിയറിന്റെ ഒരു സോഷ്യൽ ഡയമെൻഷൻ, ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ പോയാൽ എങ്ങനെയാണ് ഹ്യൂമൻ ബിഹേവിയർ, അതാണ് സോഷ്യൽ സൈക്കോളജി നോക്കുന്നത്. നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് പഠിച്ചതാണ്. With regard to applied social psychology, it can be defined as a branch of social psychology that draws on social psychology theories, principles, methods, and research evidence to contribute to സോഷ്യൽ സൈക്കോളജിയുടെ ബ്രാഞ്ച് ആണ്. അത് എവിടെ നിന്നൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്? സോഷ്യൽ സൈക്കോളജിയുടെ തിയറീസ്, പ്രിൻസിപ്പിൾസ്, മെത്തേഡ്സ്, റിസർച്ച് എവിഡൻസ് ഇതൊക്കെ കൊണ്ടുവന്നിട്ടാണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി വന്നിട്ടുള്ളത്. ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സോഷ്യൽ ആൻഡ് പ്രാക്ടിക്കൽ പ്രോബ്ലംസ്. എന്തിനൊക്കെയാണ് ഇത് ചെയ്യുന്നത്? സോഷ്യൽ ആൻഡ് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് മനസ്സിലാക്കാൻ. ദ ഡെവലപ്മെന്റ് ഓഫ് ഇന്റർവെൻഷൻ സ്ട്രാറ്റജീസ് ഫോർ ഇംപ്രൂവിംഗ് ദ ഫങ്ഷനിങ് ഓഫ് individuals, groups, organization, committees and societies with respect to social and practical problems. കണ്ടോ, രണ്ട് കാര്യങ്ങൾക്കാണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എടുക്കുന്നത്. ഈ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? സോഷ്യൽ സൈക്കോളജിയുടെ തിയറീസും പ്രിൻസിപ്പിൾസും മെത്തേഡ്സും റിസർച്ച് എവിഡൻസ് ഒക്കെ വെച്ചിട്ടാണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി വർക്ക് ചെയ്യുന്നത്. അതായത് മെയിൻ ആയിട്ട് സോഷ്യൽ ആൻഡ് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് മനസ്സിലാക്കുക. പിന്നെ ഈ പ്രോബ്ലം ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ എന്ത് വേണം? സൊല്യൂഷൻ വേണം. അപ്പൊ അതിന് വേണ്ട ഇന്റർവെൻഷൻ സ്ട്രാറ്റജീസ് പ്രൊവൈഡ് ചെയ്യാം. For improving the functioning of individuals, groups, organization, committees and societies with respect to social and practical problem. മനസ്സിലായോ? അപ്പൊ സോഷ്യൽ സൈക്കോളജി എന്താണെന്ന് നോക്കിയാണോ? Okay. Applied social psychology can be termed as a science as it is a branch of social psychology which is also termed as a science. അപ്പൊ സോഷ്യൽ സൈക്കോളജി ഒരു സയൻസ് ആയതുകൊണ്ട് തന്നെ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്ത് തന്നെയാണ്? സയൻസ് ആണ്. കാരണം സോഷ്യൽ സൈക്കോളജിയുടെ ബ്രാഞ്ച് ആണ് ആര്? അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി. Thus, social issues and problems are interpreted. Interventions are developed in an empirical manner in order to effectively deal with the social issue or problem and bring about a changes that is positive. സോഷ്യൽ ഇഷ്യൂസും പ്രോബ്ലംസും ഒക്കെ ആദ്യം മനസ്സിലാക്കാം, എന്നിട്ട് അതിന് വേണ്ട ഇന്റർവെൻഷൻസ് കൊണ്ടുവരിക, അത് ഡെവലപ്പ് ചെയ്യുക ഇൻ എൻ എംപിരിക്കൽ മാനർ. എംപിരിക്കൽ ആണ്. എംപിരിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? സയന്റിഫിക് ആണ്. നമ്മൾ അനുഭവിച്ചറിയുന്നതിന് എംപിരിക്കൽ എന്ന് പറയാം. അപ്പൊ സയന്റിഫിക് ആണ്. ഇൻ ഓർഡർ ടു ഇഫക്റ്റീവ്ലി ഡീൽ വിത്ത് സോഷ്യൽ ഇഷ്യൂ ഓർ പ്രോബ്ലം. സോഷ്യൽ ഇഷ്യൂസും പ്രോബ്ലംസും ഡീൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഇന്റർവെൻഷൻസ് ഒക്കെയാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. ആൻഡ് ബ്രിങ് അബൌട്ട് എ ചേഞ്ച് ദാറ്റ് ഈസ് പോസിറ്റീവ്. മാറ്റം എന്ന് പറയുമ്പോൾ എന്താണ്? പോസിറ്റീവ് ചേഞ്ചസ് ആയിരിക്കണം, നെഗറ്റീവ് ചേഞ്ചസ് അല്ല. ഇപ്പൊ നന്നായിട്ട് പഠിക്കുന്ന ഒരാളെ മോശമാക്കാനല്ല നോക്കേണ്ടത്, കുറച്ചും കൂടി മെച്ചപ്പെടുത്താനായിട്ട് നോക്കുന്നത്. ബ്രിങ് അബൌട്ട് എ ചേഞ്ച് ദാറ്റ് ഈസ് പോസിറ്റീവ്. The roots of applied psychology, applied social psychology can be traced to Kurt Lewin, who conducted a research in 1936 that focused on certain social and practical issues and problems. അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയുടെ റൂട്ട് കിടക്കുന്നത് എവിടെയാണ്?
കേർട്ട് ലെവിന്റെ അടുത്താണ്. കേർട്ട് ലെവിൻ നമ്മൾ ഇന്ന് പഠിച്ചു. ഏതാണ്? ഫൗണ്ടർ ഓഫ് സോഷ്യൽ സൈക്കോളജി ആണ്. അദ്ദേഹം തന്നെയാണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി കൊണ്ടുവന്നത്. അദ്ദേഹം ഒരു 1936 ഒരു റിസർച്ച് നടത്തി. സോഷ്യൽ ആൻഡ് പ്രാക്ടിക്കൽ ഇഷ്യൂസ് ആൻഡ് പ്രോബ്ലംസിന്റെ അതൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു റിസർച്ച് നടത്തി. അങ്ങനെയാണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി വന്നത്. ഷെരീഫ് റിസർച്ച് ഓൺ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ. ഷെരീഫ് എന്ന അദ്ദേഹത്തിന്റെ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ ഇൻ 1966 also greatly contributed to the development of field of applied social psychology. ഇനി അടുത്ത ഒരു കോൺട്രിബ്യൂഷൻ ആണ് ഷെരീഫ് എന്ന ആളുടെ ഭാഗത്തു നിന്ന്. കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ അതായിരുന്നു സബ്ജക്ട്. And 1960s also saw many need to make psychology socially relevant, thus playing a greater role for betterment of the society. In 1969, various articles that were published in American Psychologist focused on an interaction between science and social issues and problems. അപ്പൊ 60-69 അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ഡെവലപ്പ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. 69 ഒരുപാട് ആർട്ടിക്കിൾസ് അമേരിക്കൻ സൈക്കോളജിസ്റ്റുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ മൊത്തം ഒരു സബ്ജക്ട് എന്തായിരുന്നു? ഇന്ററാക്ഷൻ ബിറ്റ്വീൻ സയൻസ് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് പ്രോബ്ലം. അതായിരുന്നു മെയിൻ ആയിട്ട് ആർട്ടിക്കിൾസ് ഒക്കെ ഫോക്കസ് ചെയ്തത്. അപ്പൊ അതൊക്കെ എങ്ങോട്ടാണ് ലീഡ് ചെയ്തത്? അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്നൊരു ഫീൽഡ് ഡെവലപ്പ് ചെയ്യാൻ. അവിടേക്കാണ് അതൊക്കെ ലീഡ് ചെയ്തത്. By 1970s, the applied social psychology was well established as a separate field. അങ്ങനെ 1970 ആയപ്പോഴേക്കും എന്തായി? അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ഒരു സെപ്പറേറ്റ് ഫീൽഡായി. Journal of Applied Social Psychology was established during 1970-71 in social psychology. അപ്പൊ 1970 സെപ്പറേറ്റ് ഫീൽഡായി. അതിന്റെ ജേണൽ പുറത്തിറങ്ങിയത് എപ്പോഴാണ്? 70-71 കാലഘട്ടത്തിൽ അതിന്റെ ജേണലും പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ ആ ഒരു ഈ ഒരു ഫീൽഡ് എമേർജ് ചെയ്ത് വന്നതാണ് ഇപ്പൊ ഇത്ര പറഞ്ഞത്. അതായത് കേർട്ട് ലെവിൻ ആണ് അതിന്റെ റൂട്ട് എന്ന് പറയുന്നത്. 1936 ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്തു. എന്തായിരുന്നു? സോഷ്യൽ ആൻഡ് പ്രാക്ടിക്കൽ ഇഷ്യൂസ് ആൻഡ് പ്രോബ്ലംസ് ആയിരുന്നു. അതിനുശേഷം 66 ഷെരീഫ് എന്ത് ചെയ്തു? കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ എന്ന ടോപ്പിക്കില് ഒരു റിസർച്ച് നടത്തി. 1960 ഒരുപാട് സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. പിന്നെ 1969 അമേരിക്കൻ സൈക്കോളജിസ്റ്റുകൾ ഒരുപാട് ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്തു. അതും ഈ ഒരു ഫീൽഡിലോട്ട് കോൺട്രിബ്യൂഷൻ ആയിരുന്നു. 1970 ഒരു സെപ്പറേറ്റ് ഫീൽഡ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു. 70-71 കാലഘട്ടത്തിലാണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയുടെ ജേണല് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇൻ സോഷ്യൽ സൈക്കോളജി the main components of theories are scope, range, testability and parsimony. അപ്പൊ സോഷ്യൽ സൈക്കോളജിയുടെ മെയിൻ കോമ്പോണൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? സ്കോപ്പ്, റേഞ്ച്, ടെസ്റ്റബിലിറ്റി ആൻഡ് പാർസിമോണി. ഓരോന്ന് നോക്കാം. സ്കോപ്പ്. Scope denotes the number of individual behaviors that are covered or explained by theory. സ്കോപ്പ് എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ മലയാളത്തിൽ വ്യാപ്തി എന്ന് പറയും. അതായത് ഒരു തിയറി എത്രത്തോളം വിശദീകരിക്കാൻ കഴിയുന്നു. denotes the number of individuals behaviors that are covered or explained by the theory. ഒരു തിയറി കൊണ്ട് നമുക്ക് എത്രത്തോളം ഒരു ഇൻഡിവിജ്വൽസിന്റെ ബിഹേവിയറിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. അതിനെ നമുക്ക് സ്കോപ്പ് എന്ന് പറയാം. ആൻഡ് റേഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ്? അത് വായിക്കാം. റേഞ്ച് ഹാസ് ടു ഡു വിത്ത് വെദർ ബിഹേവിയർ ഓഫ് സർട്ടൻ ഇൻഡിവിജ്വൽസ് ബിഹേവിയർ ഇസ് കവേർഡ് ഓർ ദാറ്റ് ഓഫ് ഓൾ ദ ഇൻഡിവിജ്വൽസ്. അതായത് അതിന്റെ പരിധിയാണ് നോക്കുന്നത്. ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയർ ആണോ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണോ, വ്യത്യസ്ത ഇൻഡിവിജ്വൽസിന്റെ ബിഹേവിയർ കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ, അതിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. അതിന്റെ അടുത്തത് ടെസ്റ്റബിലിറ്റി. Testability has to do with whether a theory can be tested, that is whether it can be proved or disproved. Testability എന്ന് പറയുമ്പോൾ എന്താണ്? അത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണോ, അത് തെറ്റാണോ, പരീക്ഷിച്ചിട്ട് അത് ടെസ്റ്റ് ചെയ്തിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്നറിയാം. അതാണ് നമ്മൾ ടെസ്റ്റബിലിറ്റി എന്ന് പറയുക. അപ്പൊ ഒരു തിയറി സയന്റിഫിക് ആയിട്ട് നമ്മൾ അതിനെ ടെസ്റ്റ് ചെയ്തിട്ട് അത് തെറ്റാണോ ശരിയാണോ എന്ന് പരിശോധിക്കാനായിട്ട് പറ്റണം. അതിനെയാണ് ടെസ്റ്റിമോണി അല്ലെങ്കിൽ ടെസ്റ്റബിലിറ്റി എന്നൊക്കെ പറയുന്നത്. പിന്നെ അടുത്തത് പാർസിമോണി. Parsimony denotes that the less propositions are utilized by a theory while an event or phenomena is explained. Parsimony എന്ന് പറയുമ്പോൾ എന്താ? അത് അതായത് ചെറിയ ലെസ് പ്രൊപ്പോസിഷൻസ് ഒക്കെ വെച്ച് അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കതിനെ വിശദീകരിക്കാനുള്ള കഴിവുണ്ടോ? ഒരു തിയറിനെ ചെറിയ കാര്യങ്ങൾ വെച്ച് വിശദീകരിക്കാനായിട്ടുള്ള കഴിവുണ്ട്. അതിനെയാണ് പാർസിമോണി എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ
നമ്മൾ ഇതിലെ കോഗ്നിറ്റീവ് ഡിസണൻസ് തിയറി ഒക്കെ പഠിക്കും. സോഷ്യൽ സൈക്കോളജിയിലെ കോഗ്നിറ്റീവ് ഡിസണൻസ് തിയറി ഒക്കെ പഠിക്കും. അപ്പൊ അതിൽ നമ്മുടെ കോൺട്രാഡിക്ടറി ബിലീഫ്സിനെ നമ്മൾ ഡിസ്കംഫർട്ട് ആക്കിയിട്ടും ആ ഡിസ്കംഫർട്ട് കുറയ്ക്കാൻ നമ്മൾ നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ ചേഞ്ച് ആക്കാനൊക്കെ പറയും. അപ്പോൾ വളരെ ലളിതമായിട്ടാണ് ആ ഒരു തിയറി കൊണ്ടുവന്നിട്ടുള്ളത്. അത്രയും ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്തിട്ട്, കാരണം കോൺട്രാഡിക്ടറി ആയിട്ടുള്ള ബിലീഫ് നമുക്ക് ഡിസ്കംഫർട്ട് ആണ്. അപ്പൊ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ആ ഡിസ്കംഫർട്ട് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ചിട്ട് വലിയ തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിനെ പാഴ്സിമോണി എന്ന് പറയാം. അങ്ങനെ 4 കോമ്പോണൻസ് ആണ് സോഷ്യൽ സൈക്കോളജിക്ക് ഉള്ളത്. ആദ്യത്തെ സ്കോപ്പ്, അതായത് എത്രത്തോളം ബിഹേവിയറിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നു, അത് സ്കോപ്പാണ്. റേഞ്ച്, അതിന്റെ പരിധി, ഒരു ബിഹേവിയർ ആണ്, ഒരു ഇൻഡിവിജ്വൽസിന്റെ ബിഹേവിയർ ആണ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിന്റെ ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതിന്റെ പരിധിയാണ് നോക്കുന്നത്. ടെസ്റ്റിമോണി എന്ന് പറയുമ്പോൾ എന്താ? ടെസ്റ്റബിലിറ്റി ആണ്. ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ, അത് ശരിയാണോ തെറ്റാണോ എന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ. പാർസിമോണി എന്ന് പറയുമ്പോൾ ലെസ് പ്രൊപ്പോസിഷൻ ആർ യൂട്ടിലൈസ്ഡ് ബൈ എ തിയറി വൈൽ എൻ ഇവന്റ് ഓർ ഫിനോമിന ഈസ് എക്സ്പ്ലെയിൻഡ്. ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ചിട്ട്, ലളിതമായ കാര്യങ്ങൾ വെച്ചിട്ട് വലിയൊരു തിയറി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതിനെയാണ് പാർസിമോണി എന്ന് പറയുന്നത്. ഈ 4 എണ്ണമാണ് ആരുടെ കോമ്പോണൻസ്? സോഷ്യൽ സൈക്കോളജിയുടെ കോമ്പോണൻസ്. മനസ്സിലായോ? ഓക്കെ ആണോ പറഞ്ഞേ? ഓക്കെ. ഇനി ഫർദർ, അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ക്യാൻ ബി തിയറി ഡ്രിവൺ ഓർ പ്രോബ്ലം ഡ്രിവൺ. അപ്പൊ എന്താണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി? ഒന്നെങ്കിൽ തിയറി ഡ്രിവൺ ആയിരിക്കാം, അല്ലെങ്കിൽ പ്രോബ്ലം ഡ്രിവൺ ആയിരിക്കാം. മെയിൻ ആയിട്ടും പ്രോബ്ലം ഡ്രിവൺ ആയിരിക്കും. കാരണം എന്താ? നമുക്ക് പ്രോബ്ലം കണ്ടെത്തി അതിനൊരു സൊല്യൂഷൻ ആണ് കണ്ടെത്തുന്നത്. അപ്പൊ പ്രോബ്ലം ഡ്രിവണും തിയറി ഡ്രിവണും ആയിരിക്കാം. ദ ഫോക്കസ് ഓഫ് ദ തിയറി ഡ്രിവൺ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ഈസ് ഓൺ ടെസ്റ്റിംഗ് സർട്ടൻ തിയറീസ്. കണ്ടോ? തിയറി ഡ്രിവൺ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ആണെങ്കിൽ എന്താ? ഒരു സർട്ടൻ തിയറി ഉണ്ടായിരിക്കും, അതിനെ ടെസ്റ്റ് ചെയ്യാണ്. അപ്പൊ എൻ്റെ അടുത്ത് ഒരു തിയറി ഉണ്ട്, ഞാൻ അത് ശരിയാണോ തെറ്റാണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നു. അതാണ് തിയറി ഡ്രിവൺ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി. ഇനി തിയറി ഡ്രിവൺ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി. ഇനി പ്രോബ്ലം ഡ്രിവൺ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ആണെങ്കിൽ എങ്ങനെയാ? നമുക്കതിന് സൊല്യൂഷൻ ആണ് കണ്ടെത്തേണ്ടത്. ഇവിടെ പറയുന്നുണ്ട്, whereas the focus of the problem driven applied social psychology is on development of intervention strategies in order to deal effectively with the social issues and problems. കണ്ടോ? ഒരു പ്രോബ്ലം ഉണ്ട്, അതിനൊരു സൊല്യൂഷന് വേണ്ട, അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം പരിഹരിക്കാനായിട്ടുള്ള ഇന്റർവെൻഷൻ സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുക. അതാണ് പ്രോബ്ലം ഡ്രിവൺ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി. രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുമോ? കണ്ടാ? എന്താ പറഞ്ഞത്? അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി പറയുമ്പോൾ തിയറി ഡ്രിവൺ ഉണ്ട്, പ്രോബ്ലം ഡ്രിവൺ ഉണ്ട്. തിയറി ഡ്രിവൺ എന്ന് പറയുമ്പോൾ എന്താ? ഓൾറെഡി ഒരു തിയറി ഉണ്ട്, അതിനെ ടെസ്റ്റ് ചെയ്യുന്നു, ശരിയാണോ തെറ്റാണോ എന്ന് ടെസ്റ്റ് ചെയ്യാം. പ്രോബ്ലം ഡ്രിവൺ എന്ന് പറയുമ്പോൾ എന്താ? ഒരു സോഷ്യൽ ഇഷ്യൂ അല്ലെങ്കിൽ പ്രോബ്ലം ഉണ്ട്, അതിനൊരു ഇന്റർവെൻഷൻ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാം. അതാണ് പ്രോബ്ലം ഡ്രിവൺ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി. മനസ്സിലായോ? The scope of applied social psychology is thus very vast, and it finds application is various fields ranging from health, education, sports to work setup. കണ്ടോ? അപ്പൊ ഈ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയുടെ സ്കോപ്പ് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. ഹെൽത്ത്, എഡ്യൂക്കേഷൻ, സ്പോർട്സ്, വർക്ക് സെറ്റപ്പ്, ഇവിടെ ഒക്കെ നമുക്ക് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി യൂസ് ചെയ്യാനായിട്ട് പറ്റും. ദ റിസർച്ച് ഇൻ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി മെയിൻലി ഫോക്കസസ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് പ്രോബ്ലം. അപ്പൊ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയുടെ റിസർച്ച് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എവിടെയാണ്? സോഷ്യൽ ഇഷ്യൂസും പ്രോബ്ലംസും മനസ്സിലാക്കുക. ഡെവലപ്പിംഗ് സ്യൂട്ടബിൾ ഇന്റർവെൻഷൻ സ്ട്രാറ്റജി. പ്രോബ്ലം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം വേണം, അത് ഡെവലപ്പ് ചെയ്യുക. ആൻഡ് ഇവാലുവേറ്റിംഗ് ദ ഇഫക്റ്റീവ്നെസ്. എന്നിട്ട് ആ ഒരു പരിഹാരം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇവാലുവേറ്റ് ചെയ്യണം. പ്രശ്നം പരിഹരിക്കപ്പെട്ടോ, കൃത്യമായിട്ട് അതിനുള്ള സൊല്യൂഷൻ ആണോ കിട്ടിയിട്ടുള്ളത് ഓഫ് ദ ഇന്റർവെൻഷൻ സ്ട്രാറ്റജി. ദിസ് ക്യാൻ ബി ടേംഡ് ആസ് ഇവാലുവേറ്റീവ് റിസർച്ച്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇവാലുവേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പൊ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയുടെ മെയിൻ ഫോക്കസ് എവിടെയാണ്? സോഷ്യൽ ഇഷ്യൂസും പ്രോബ്ലംസും മനസ്സിലാക്കുക, സ്യൂട്ടബിൾ ഇന്റർവെൻഷൻ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുക, എന്നിട്ട് അതിന്റെ ഇന്റർവെൻഷൻ സ്ട്രാറ്റജിയുടെ ഇഫക്റ്റീവ്നെസ് ഇവാലുവേറ്റ് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ ഇവാലുവേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. നമുക്കതിനെ ഇവാലുവേറ്റീവ് റിസർച്ച് എന്ന് വിളിക്കാം. അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ഓൾസോ ഇൻക്ലൂഡ്സ് പ്രോഗ്രാം ഡിസൈനിങ്. ഇന്നും കൂടെ ഉണ്ട്, പ്രോഗ്രാം ഡിസൈനിങ് കൂടെ ഉണ്ട്. Program designing mainly involves developing certain programs or intervention strategies based on the research result obtained. പ്രോഗ്രാം ഡിസൈനിങ്, ഇപ്പൊ ഒരു നമ്മൾ സോഷ്യൽ സൈക്കോളജി ആണല്ലോ, അപ്പൊ നമുക്കൊരു പ്രോബ്ലം കിട്ടുകയാണ്. എന്ത്? റോഡില് കുണ്ടും കുഴികളും ഉണ്ട്, അപ്പൊ അത് ഒരു പ്രോബ്ലം ആണ്.
അപ്പൊ നമ്മൾ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി റിസർച്ച് വെച്ചിട്ട് നമ്മളൊരു പ്രോഗ്രാം ഡിസൈൻ ചെയ്യാണ്. അതായത് ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് ഒരു സെമിനാർ വെക്കാം, അല്ലെങ്കിൽ ഒരു കുറച്ച് ആൾക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുള്ള പ്രോഗ്രാം വെക്കാം, അല്ലെങ്കിൽ ഇതിനെ കുറിച്ചുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു സ്റ്റേജ് പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ഡ്രാമ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം നമുക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയിൽ പറ്റും. കാരണം എന്താണ്, മെയിൻ ആയിട്ട് നമുക്ക് ഇന്റർവെൻഷൻ സ്ട്രാറ്റജിയാണ് വേണ്ടത്. അത് പരിഹരിക്കാനുള്ള സൊല്യൂഷൻസ് ആണ് നമുക്ക് കൊണ്ടുവരേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയിൽ ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും. ത്രൂ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ദ പ്രിൻസിപ്പിൾസ് ആൻഡ് തിയറീസ് ഓഫ് സോഷ്യൽ സൈക്കോളജി ക്യാൻ ബി അപ്ലൈഡ് ടു വേരിയസ് ഫീൽഡ്സ്. അപ്പോൾ ഒരുപാട് ഈ മേഖലകളിലോട്ട് നമുക്ക് ഇതിന്റെ തിയറീസും പ്രിൻസിപ്പിൾസും ഒക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ദേ ക്യാൻ ബി അപ്ലൈഡ് ടു എൻവയറമെന്റ് ആൻഡ് ഡൈവേഴ്സിറ്റി. കണ്ടോ, എൻവയറമെന്റ് ആൻഡ് ഡൈവേഴ്സിറ്റിയിലോട്ട് അപ്ലൈ ചെയ്യാം. കമ്മ്യൂണിറ്റി ആൻഡ് ലീഗൽ സിസ്റ്റം, അവിടെ നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ഹാസ് റെലവന്റ് ആപ്ലിക്കേഷൻ ഇൻ വർക്ക് സെറ്റപ്പ്. എന്താണ്, വർക്ക് സെറ്റപ്പിലും അതിന്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. വെർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിംഗ് ക്യാൻ ബി ഡെവലപ്ഡ് അബൌട്ട് ഗ്രൂപ്പ്സ് ആൻഡ് ടീംസ്, കോൺഫ്ലിക്ട് ആൻഡ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ, ലീഡർഷിപ്പ് ആൻഡ് സോ. ഞാൻ സോഷ്യൽ സൈക്കോളജി എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് സ്കോപ്പ് പഠിക്കുമ്പോൾ എന്താണ്, നമ്മുടെ ടെക്സ്റ്റില് ഇനി ബാക്കി വരുന്ന ചാപ്റ്റേഴ്സ് ആണ് ഈ പറയുന്ന സ്കോപ്പുകളിലൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. കണ്ടോ, വർക്ക് സെറ്റപ്പിൽ ആപ്ലിക്കേഷൻ എങ്ങനെയാണ്, പിന്നെ ഗ്രൂപ്പ് ആൻഡ് ടീംസ്, കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ, ലീഡർഷിപ്പ്, ഇതിലൊക്കെ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ. ദ ഫീൽഡ് ഓഫ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ഓൾസോ ഹാസ് ആപ്ലിക്കേഷൻ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സോഷ്യൽ മീഡിയ ആൻഡ് ഹൗ ഇറ്റ് ഇൻഫ്ലുവൻസസ് ദ ഇൻഡിവിജ്വൽ. ഈ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയുടെ ഫീൽഡ്, അതിന്റെ ആപ്ലിക്കേഷൻ എന്താണ്, സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ്, അതെങ്ങനെ ഇൻഡിവിജ്വൽസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. Thus, applied social psychology not only focuses on theory, but also on application of the theories to understand and the social issues and problems and develop suitable interventions to deal with the social issues and problems. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത് എന്താണ്, തിയറി മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്, ഈ തിയറിയുടെ ഒക്കെ ആപ്ലിക്കേഷൻസും ഉണ്ട്. അതായത് സോഷ്യൽ ഇഷ്യൂസും പ്രോബ്ലംസും മനസ്സിലാക്കി സൂട്ടബിൾ ആയിട്ടുള്ള ഇന്റർവെൻഷൻ സ്ട്രാറ്റജീസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് സോഷ്യൽ ഇഷ്യൂസും പ്രോബ്ലംസ് ഒക്കെ ഡീൽ ചെയ്യുക. ഇതാണ് മെയിൻ ആയിട്ട് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ചെയ്യുന്നത്. ഒരു മിനിറ്റ്, ഇപ്പൊ ഓക്കെ ആണോ, മനസ്സിലാവുന്നുണ്ടോ? യെസ്, മനസ്സിലാവുന്നുണ്ട്. ഇനി അടുത്തത്, അപ്പൊ ഇത്ര നേരം നമ്മൾ പറഞ്ഞത് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി, അതിന്റെ ഡെഫിനിഷൻ നോക്കി, നേച്ചർ ആൻഡ് സ്കോപ്പ് നോക്കി. അപ്പൊ അതൊക്കെ ഓക്കെ ആണല്ലോ. അടുത്ത ടോപ്പിക് എടുക്കട്ടെ. അടുത്തത് ഓഡിബിൾ ആണല്ലോ. ഓക്കെ. യെസ് മാം. ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യൽ സൈക്കോളജി ആൻഡ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി. സോഷ്യൽ സൈക്കോളജി അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. സോഷ്യൽ സൈക്കോളജി ക്യാൻ ബി ടേംഡ് ആസ് എ ബ്രാഞ്ച് ഓഫ് സൈക്കോളജി ആൻഡ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ഇൻ ക്യാൻ ടേൺ ബി കാറ്റഗറൈസ്ഡ് അണ്ടർ സോഷ്യൽ സൈക്കോളജി. എന്ന് പറഞ്ഞ പോലെ സോഷ്യൽ സൈക്കോളജി എന്താണ്, സൈക്കോളജിയുടെ ബ്രാഞ്ച് ആണ്. അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത് സോഷ്യൽ സൈക്കോളജിയുടെ ബ്രാഞ്ച് ആണ്. In social psychology, you studied about various concepts like social perception, social influence, obedience, conformity, crowd and so on. Social psychology നമ്മൾ എന്തൊക്കെയാ പഠിക്കുന്നത്, സോഷ്യൽ പെർസെപ്ഷൻ അല്ലെ, സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ ഇപ്പൊ 10 ആള് നിൽക്കുന്നിടത്ത് അവര് സംസാരിക്കുന്നത് നമ്മൾ എങ്ങനെ പെർസീവ് ചെയ്യുന്നു, സോഷ്യൽ പെർസെപ്ഷൻ ആണ്. പിന്നെ സോഷ്യൽ ഇൻഫ്ലുവൻസ് ഉണ്ട്, ഒബീഡിയൻസ് ഉണ്ട്,
അതായത് മറ്റുള്ളവരെ പേടിച്ചിട്ട് നമ്മൾ അനുസരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കില്ല. അപ്പൊ നമ്മൾ വീട്ടിൽ ചെയ്യാത്ത കാര്യങ്ങൾ ചിലപ്പോൾ നാലാൾക്കാർ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെയ്യും. അപ്പൊ ഒബീഡിയൻസ് എന്താണ്, കൺഫോമിറ്റി, ക്രൗഡ് ആൻഡ് സോ ഓൺ, ഇതൊക്കെ സോഷ്യൽ സൈക്കോളജി നോക്കുന്നുണ്ട്. Whereas in applied social psychology, we will study about the applications of the principles of social psychology to various social problems and issues. പക്ഷെ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയിൽ എന്താണ്, സോഷ്യൽ സൈക്കോളജിയുടെ തിയറീസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഒക്കെയാണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയിൽ യൂസ് ചെയ്യുന്നത് ടു സോൾവ് social problems and issues. Thus, it is more practical in nature, where the focus is on studying the social problem or issue and then developing a suitable intervention strategy in order to alleviate the problem or issue. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത് എന്താണ്, മോർ പ്രാക്ടിക്കൽ ഇൻ നേച്ചർ അല്ലെ. അത് കുറച്ച് പ്രാക്ടിക്കാലിറ്റി ഉണ്ട്. കാരണം എന്താണ്, നമുക്കൊരു പ്രോബ്ലം ഉണ്ട്, അത് സോൾവ് ചെയ്യണം. പ്രാക്ടിക്കലി നമ്മൾ സോഷ്യൽ സൈക്കോളജിയിൽ വരുന്ന തിയറീസ് ഒക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ അപ്ലൈ ചെയ്യണം. അപ്പോൾ more practical in nature. Both the fields, that is social psychology and applied social psychology, can be described as a science and both focus on development of theories and testing them. അതുകൊണ്ട് തന്നെ രണ്ടും എന്താണ്, നമുക്കൊരു സയൻസ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാം. മാത്രമല്ല രണ്ടും എന്തിലോട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്, തിയറീസ് ഡെവലപ്പ് ചെയ്യാനും അത് ടെസ്റ്റ് ചെയ്യാനും ഫോക്കസ് ചെയ്യുന്നുണ്ട്. ടേബിൾ ആക്കിയിട്ട് തന്നിട്ടുണ്ട്, സോഷ്യൽ സൈക്കോളജി, അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി. അപ്പൊ അതിന്റെ ഡിഫറൻസ് ആദ്യം ഡിസ്ക്രിപ്ഷൻ നോക്കാം. ഫോക്കസസ് ഓൺ ഹ്യൂമൻ ബിഹേവിയർ ഇൻ സോഷ്യൽ കോണ്ടെക്സ്റ്റ്. കണ്ടോ, സോഷ്യൽ സൈക്കോളജി എവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത്, ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിലുള്ള ഹ്യൂമൻ ബിഹേവിയർ ഫോക്കസ് ചെയ്യുന്നു. പക്ഷെ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്താ ചെയ്യുന്നത്, ഡീൽസ് വിത്ത് ആപ്ലിക്കേഷൻ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ സൈക്കോളജി വെരി ഫീൽഡ്സ്. കണ്ടോ, ഈ പറയുന്ന പ്രിൻസിപ്പിൾസും തിയറീസും ഒക്കെ അപ്ലൈ ചെയ്യുക, അതിന്റെ ആപ്ലിക്കേഷൻ ആണ് ഡീൽ ചെയ്യുന്നത്. ഇനി ബ്രാഞ്ച് എന്ന് പറയുന്നത് സോഷ്യൽ സൈക്കോളജി ഏതിന്റെ ബ്രാഞ്ചാണ്, സൈക്കോളജിയുടെ ബ്രാഞ്ചാണ്. അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത് സോഷ്യൽ സൈക്കോളജിയുടെ ബ്രാഞ്ചാണ്. ഇനി ഫോക്കസ്, ദ മെയിൻ ഫോക്കസ് ഈസ് ഓൺ തിയറീസ്. സോഷ്യൽ സൈക്കോളജിയുടെ മെയിൻ ഫോക്കസ് എവിടെയാണ്, തിയറീസ് ആണ്. തിയറീസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് സോഷ്യൽ സൈക്കോളജിയുടെ മെയിൻ ഫോക്കസ്. ദ ഫോക്കസ് ഈസ് ഓൺ കോംപ്രിഹെൻഷൻ ആൻഡ് റെസൊല്യൂഷൻ ഓഫ് സോഷ്യൽ പ്രോബ്ലംസ് ആൻഡ് ഇഷ്യൂസ്. ഇപ്പൊ കോംപ്രിഹെൻഷനും അതേപോലെ തന്നെ സോഷ്യൽ പ്രോബ്ലംസും ഇഷ്യൂസിന്റെ റെസൊല്യൂഷനുമാണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ഫോക്കസ് ചെയ്യുന്നത്. ഇനി അപ്രോച്ച് നോക്കാം. ഇവിടെ ഡിഡക്റ്റീവ് അപ്രോച്ച് ആണ്. അതായത് ഓൾറെഡി ഒരു തിയറി ഉണ്ട്, അത് ടെസ്റ്റ് ചെയ്യാം കേട്ടോ. ഇൻവോൾവ്സ് എ ടെസ്റ്റിംഗ് ഓഫ് എ തിയറി, ഹൗ എ സർട്ടൻ തിയറി കുഡ് ഹെൽപ്പ് ഇൻ കോംപ്രിഹെൻഡിങ് സോഷ്യൽ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽസ്. കണ്ടോ, ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽസിന്റെ ബിഹേവിയർ നമുക്ക് എത്രത്തോളം മനസ്സിലാക്കാനായിട്ട് പറ്റും, അതിനാണ് ഈ തിയറി കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ മെയിൻ ആയിട്ടും എന്താണ്, ഒരു ഡിഡക്റ്റീവ് അപ്രോച്ച് ആണ്. ഇനി ഇൻഡക്റ്റീവ് അപ്രോച്ച് ആണ് എന്ത്, അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഇൻവോൾവ്സ് ഡിറൈവിംഗ് എ ന്യൂ തിയറി. പുതിയൊരു തിയറി ഉണ്ടാക്കുകയാണ്. കാരണം എന്താ, അപ്ലൈ ചെയ്യാനാണ് പോകുന്നത്. ആൻഡ് വിച്ച് തിയറി പ്രൊവൈഡ്സ് അഡിക്വേറ്റ് എക്സ്പ്ലനേഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ സോഷ്യൽ ഇഷ്യൂസ് ഓർ പ്രോബ്ലംസ്. എന്താണ്, രണ്ടും പക്ഷെ തിയറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ മെയിൻ ആയിട്ടാണ് സോഷ്യൽ സൈക്കോളജി മെയിൻ ആയിട്ട് എന്താണ്, ഇൻവോൾവ്സ് ടെസ്റ്റിംഗ് ഓഫ് എ തിയറി. ടെസ്റ്റ് ചെയ്യല് അപ്ലൈഡിലും നടക്കുന്നുണ്ട്. പക്ഷെ സോഷ്യൽ സൈക്കോളജിയുടെ മെയിൻ അപ്രോച്ച് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു ബിഹേവിയർ എന്ന് മനസ്സിലാക്കുകയാണ്. ഇപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം നമ്മളിപ്പോ ഒരാളുടെ ബിഹേവിയർ പഠിക്കുന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി ഉള്ള തിയറീസ് ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ പഠിക്കുക. ഇനി അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയിലോട്ട് വരുമ്പോൾ എന്താണ്, നമുക്ക് ആപ്ലിക്കേഷൻ ആണ്, സൊല്യൂഷൻ കണ്ടെത്തണം. ഇപ്പൊ കയ്യിലിരിക്കുന്ന തിയറി പറ്റില്ല എന്നുണ്ടെങ്കിൽ പുതിയൊരു തിയറി നമ്മൾ അവിടെ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ റിസർച്ച് ഒക്കെ നടത്തുന്നത് അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ റിസർച്ച് നടത്തുമ്പോൾ എന്താണ്, നമ്മൾ ശരിക്കും അതൊന്നും ഒരു തിയറി അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിൾ ഡെവലപ്പ് ചെയ്യും. അപ്പൊ അതേപോലെ തന്നെയാണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി. അവിടെ ഒരു ഇൻഡക്റ്റീവ് അപ്രോച്ച് ആണ്. ഇൻവോൾവ്സ് ഡിറൈവിംഗ് എ ന്യൂ തിയറി ആൻഡ് വിച്ച് തിയറി പ്രൊവൈഡ്സ് അഡിക്വേറ്റ് എക്സ്പ്ലനേഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ സോഷ്യൽ ഇഷ്യൂസ് ഓർ സോഷ്യൽ പ്രോബ്ലംസ്. ഓക്കെ ആണ്. അപ്പോ പിന്നെ ഇത്രയും മതി, ബാക്കി നമുക്ക് നാളെ എടുക്കാം കേട്ടോ. ഇത് ഇപ്പൊ ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യൽ സൈക്കോളജി ആൻഡ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി. അപ്പൊ നാളെ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ആസ് എ സയൻസ്, അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ആൻഡ് സോഷ്യൽ പോളിസി, ലെവൽസ് ഓഫ് അനാലിസിസ്, അത്രയുള്ള 3 ടോപ്പിക്കും കൂടി നാളെ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ കഴിയും. ഓക്കെ ആണല്ലോ. ഓക്കെ മാം. മാം അത് നേരത്തെ 1:30 കഴിഞ്ഞ ക്ലാസ്സിന്റെ റെക്കോർഡ് നൈറ്റ് ആയിരിക്കും അവൈലബിൾ? റെക്കോർഡ് നൈറ്റ് ഇടാം കേട്ടോ.
നൈറ്റ് ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കാം. ഇനി പറ്റിയില്ലെങ്കിൽ നാളെ മോർണിംഗ് ഇടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നോട്ട് ഞാൻ എന്തായാലും ഇന്ന് തന്നെ ഇടും. വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട കാര്യത്തിലാവും ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും. കാരണം ആ നേരത്തെ നെറ്റ്വർക്ക് ഒക്കെ ഇഷ്യൂ ആകുമ്പോൾ ടൈമിൽ പറ്റാറില്ല ആവുന്നതും. ഇനി നോക്കി നോക്കാം, അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാം, എന്നിട്ട് നോട്ടും ഇടാം. ഓക്കെ ഓക്കെ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു.